അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോസ് ഒരു നമുക്കൊരു ചെറിയ കുറച്ച് കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു കൊമ്പുള്ള മാനിനെ കാണാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മാന്, അതുപോലെ തന്നെ കൊമ്പുള്ള ഒരു മാനിനെ നിങ്ങൾ കണ്ടില്ല. ഈ കൊമ്പ് ഇഷ്ടമുള്ള ആളുകളൊക്കെ, ഈ മാനിനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതേപോലെ തന്നെ ഫോറിൻ ഐറ്റംസ് സാധനങ്ങളാണ് ഇനി വരാൻ കിടക്കുന്നത്. അല്പം വീഡിയോസുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും. അപ്പോൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടാ. രണ്ട് മാന് അങ്ങേപ്പുറത്ത് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കണ്ടില്ല, ഒരു സംസാരിക്കുന്ന ഒരു കിളിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കുന്ന രംഗം ഞാൻ കട്ട് ചെയ്ത് പോയി. തൊട്ടടുത്തായിട്ട് ഒരു മയില്. ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഈ മയിലൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടെയൊക്കെ കാണാൻ ഇങ്ങനെ പറന്നു പോകുന്നു കേട്ടോ. അപ്പം മയിലാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. 2 മയിലുകളുണ്ട്. പുതിയാപ്പിളും പുതിയെണ്ണമാണ് ആ കിടക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞത് മറക്കരുത് കേട്ടോ. നല്ല രസമുള്ള കുറച്ച് കാഴ്ചകൾ, അത് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി കാണാൻ കിടക്കുന്നത് ഏറ്റവും വലിയ ഒട്ടകപ്പശിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവരുടെ എല്ലാവരുടെ ഡീറ്റെയിൽസും ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ ലൈനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നല്ല മനോഹരമായ ഓരോ കാഴ്ചകൾ ഇങ്ങനെ ചെറിയ രീതിയിൽ കണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അതാ കിടക്കുന്നു ഒരു ഒട്ടകപ്പശി. കണ്ട ഇവരെങ്ങാനും മുട്ടിട്ട് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടിൽ കയറി എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ശ്രദ്ധ മാറ്റിയിട്ട് നമുക്ക് അവർ ഇടുന്ന മുട്ട എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് നല്ല ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇവളിവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇവളുടെ ഭർത്താവാണ് അപ്പുറത്തുള്ളത് എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒട്ടകപ്പശിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. നമുക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു കാണലും എന്നുള്ളത് മാത്രം. ഓക്കെ, ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ഇവരുടെ വായ കണ്ടില്ല, നിങ്ങൾ കണ്ട ഇവർ ഭയങ്കര രസമാണ്. ഞാൻ ആ മൊബൈലായിട്ട് എരുത്തേക്ക് പോയപ്പോൾ മൊബൈൽ കുത്തി വലിച്ചു എന്ന് തോന്നി. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവറ്റിങ്ങളെ ഏകരം ഭയങ്കര ഭയങ്കര നീളണ്ട്, ഭയങ്കര സാധനമാണ്. അങ്ങനെ ഇവരുടെ ഒട്ടകപ്പശി എങ്ങനെ കണ്ടുപോയിട്ട് ഇവിടെയൊക്കെ ഭയങ്കര രസമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കി. കാരണം നല്ല രസമുണ്ട് കാണാൻ അല്ലേ, നല്ലൊരു ഭംഗിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി. ഇതൊക്കെ ഒരു രസത്തിലിങ്ങനെ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. അവിടെ ആ മാനിൻ്റെ കുട്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പുള്ളി മാനിനെ പോലെയുള്ള കുട്ടികൾ. പിന്നെ ഇതാ ഇവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പോയിൻ്റെ ശേഷം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ആമൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പിന്നെ അവിടെ നിന്ന് ചാടിപ്പോന്നതാണ്. മനസ്സിലായില്ല നിങ്ങൾ? അപ്പോൾ ഇതാണ് മാൻകുട്ടികൾ. കണ്ടില്ലേ? അതാ കണ്ടില്ലേ? ഇത് നല്ല കൊമ്പ് കണ്ടങ്ങൾ നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി നല്ല മനോഹരമായ കാഴ്ചകൾ. ഇവിടെ പിന്നെ ഒത്തിരി സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ആമൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. പ്രകൃതി മനോഹരമായ മരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കോളി. അവിടത്തേക്കുള്ള കവാടങ്ങൾ ഇപ്പോൾ ഈ സൂര്യപ്രകാശം കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, നല്ല രസമുണ്ട് സംഭവം കാണാൻ. സ്ഥലം അല്ലെങ്കിൽ പിന്നെ ഹീലി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കാഴ്ച ഉള്ളത് കേട്ടോ.